ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. കണ്ണാടിയിൽ ഗാഥയുടെ മുഖം കണ്ട പ്രദ ഞെട്ടി. അത് പ്രദയുടെ തോന്നലായിരുന്നു. ഇല്ല ചേച്ചി, ഞാൻ മറക്കില്ല. ഞാൻ പ്രതികാരം ചെയ്യാനാണ് ഇവിടെ വന്നത്. ഒരിക്കലും ഈ മത്സ്യകന്യക ഒരു മനുഷ്യന്റെ വാക്കുകളിൽ മയങ്ങില്ല. ഈ ഋഷിയുടെ സ്വഭാവം വ്യക്തമായി മനസ്സിലാക്കിയവരാണ് ഞാനും ചേച്ചിയും. എന്റെ ശരീരത്തിന് വില പോലും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞവനാണ് ആ ഋഷി. എല്ലാത്തിനുമുള്ള ശിക്ഷ അവന് ഞാൻ നൽകും. ഇത് എന്റെ പ്രതിജ്ഞയാണ്. അല്പസമയം കഴിഞ്ഞു. ലളിതിന്റെ അനുജത്തി രാധയും രാധയുടെ ഭർത്താവ് പുണ്യനും മക്കളും ഗുജറാൾ ഹൗസിൽ തന്നെയാണ് താമസം. രാധ കരഞ്ഞുകൊണ്ട് സീമയുടെ അരികിലേക്ക് വന്നു. ഏട്ടത്തി, എന്റെ മോൻ വിഹാൻ, അവൻ എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല. ഇന്നലെ വിവാഹത്തിന് മുമ്പേ അവനെ കാണാതായതാ. സാധാരണ അവൻ എന്നെ വിളിച്ച് പറയാറുള്ളതാ. പക്ഷെ ഇപ്പോ അവൻ എവിടെയാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അവൻ എന്നെ വിളിച്ചിട്ടില്ല. അവൻ എന്തെങ്കിലും ആപത്ത് പറ്റി കാണുമോ ഏട്ടത്തി? ആലോചിച്ചിട്ട് തന്നെ എനിക്ക് പേടിയാകുന്നു. രാധ, നീ ഒന്ന് അടങ്ങ്. അവൻ ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സിനൊപ്പം 2-3 ദിവസം ഇങ്ങനെ പോകാറുള്ളതല്ലേ? അതുപോലെ എങ്ങാനുമാണെങ്കിലോ? നീ അവനെ വിളിച്ചില്ലേ? ഏട്ടത്തി, അവന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. എനിക്കാകെ പേടിയാകുന്നു. ഹേയ്, നീ ഒന്ന് സമാധാനപ്പെട് രാധ. നമുക്ക് വഴിയുണ്ടാക്കാം. തൽക്കാലം ഇന്ന് നടക്കാൻ പോകുന്ന വിവാഹ പാർട്ടി കൂടി ഒന്ന് കഴിയട്ടെ. ഇന്ന് വിവാഹത്തിന്റെ ബാക്കി പാർട്ടി കഴിഞ്ഞ് നമുക്കവനെ കണ്ടുപിടിക്കാം. ഞാനല്ലേ ഈ പറയുന്നത്? ശരി ഏട്ടത്തി. രാധ കണ്ണു തുടച്ച് മുറിയിലേക്ക് പോയി. വിവാഹത്തിന്റെ പാർട്ടി നടക്കുകയാണ്. എല്ലാവരും ഡാൻസിലും പാട്ടിലും ഒക്കെയാണ്. ഋഷി ഒരുങ്ങി ആ പാർട്ടിയിലേക്ക് എത്തിയിരുന്നു. ഒരു മെറൂൺ ജുബയും പൈജാമയുമാണ് അവന്റെ വേഷം. ഋഷിയുടെ വകയിലെ അനുജത്തിമാരായ ഷീനയും അനന്യയും പ്രദയുടെ കൈയും പിടിച്ച് മുകളിലത്തെ നിലയിൽ നിന്നും താഴത്തെ പടികളിലൂടെ ഇറങ്ങി വരികയാണ്. നല്ല അടിപൊളി മോഡേൺ ഡ്രസ്സിലാണ് പ്രദയുടെ വരവ്. ഋഷി ഒരു നിമിഷം പ്രദയെ നോക്കി നിന്നുപോയി. കണ്ണെടുക്കാൻ കഴിയാത്തത്ര സൗന്ദര്യം അവളിൽ ഋഷി കണ്ടു. മഹാദേവ, എന്ത് ഭംഗിയാണ് എന്റെ പ്രദയ്ക്ക്. ഇവളെപ്പോലൊരു സുന്ദരിയും നിഷ്കളങ്കയുമായ ഒരുവളെ എനിക്ക് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് മഹാദേവ അവിടത്തേക്ക്. ഒരുപക്ഷെ പ്രദയെപ്പോലെ മറ്റൊരു പെൺകുട്ടിക്കും ഇത്രയും സൗന്ദര്യമുണ്ടാകില്ല. ആ ചുരിദാറിൽ നിന്നും പ്രദ ഇങ്ങനെയുള്ള വേഷങ്ങളിലേക്ക് മാറിയപ്പോഴല്ലേ മുഖത്തേക്ക് വെട്ടം വീണത്? ഋഷി മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് പ്രണയം കത്തുന്ന നോട്ടം പ്രദ ഋഷിക്ക് നേരെ നോക്കി. ആ നോട്ടത്തിൽ പുഞ്ചിരി കലർന്നിരുന്നു. ആ പുഞ്ചിരിയിൽ ഋഷിയാകെ ലയിച്ചുപോയി. പ്രദ തന്നിലേക്ക് അടുക്കുന്നതിന്റെ സൂചനയാണ് ഇതെല്ലാമെന്ന് ഋഷി മനസ്സിലാക്കി. പടികൾ ഇറങ്ങി വന്ന പ്രദയെ അനന്യയും ഷീനയും ചേർന്ന് ഋഷി ഇരിക്കുന്ന സോഫയിലേക്ക് കൊണ്ടിരുത്തി. വരന്റെയും വധുവിന്റെയും മുഖത്ത് നന്നേ പുഞ്ചിരി വിടർന്നു. ഇരുവരുടെയും മുഖത്ത് നോക്കി അനന്യ പറഞ്ഞു, ഏട്ടനും ഏട്ടത്തിയും എന്ത് നല്ല ജോഡിയാ അല്ലേ ഷീന? അതെ ചേച്ചി, ഇവരുടെ ജോഡി കാണാൻ തന്നെ ഒരു അഴകാ. ഗസ്റ്റുകൾ ഗിഫ്റ്റുകൾ ഇരുവർക്കും കൈമാറി. അക്കൂട്ടത്തിൽ മെഹക്കും വന്നു. ഋഷിയുടെ മുഖത്ത് നോക്കി മെഹക് തുടർന്നു, ഋഷി, പ്രദയുടെ സ്ഥാനത്ത് ഞാനാണ് ഇരിക്കേണ്ടിയിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഋഷിയുടെ മുഖത്തെ പുഞ്ചിരി കെട്ടു. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും മുമ്പേ മെഹക് പറഞ്ഞു, അയ്യോ ഋഷി, ഞാൻ എന്താ പറയാമെന്നു വെച്ചാ, ഇവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇത്രയും ഇണക്കം ഉണ്ടാവില്ലെന്നാണ്. നീ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? ഋഷി പെട്ടെന്ന് വീണ്ടും ചിരിച്ചു. പ്രദ പെട്ടെന്ന് മെഹക്കിനെ കെട്ടിപ്പിടിച്ചു. ചേച്ചി. ഋഷി പെട്ടെന്ന് ശ്രദ്ധിച്ചു. ചേച്ചിയോ? അതെ, ദീപിക എന്റെ ചേച്ചി തന്നെയാ. എനിക്ക് എന്റെ സ്വന്തം ചേച്ചി തന്നെയാ ദീപിക. നീ എന്റെ പൊന്ന് അനിയത്തിയല്ലേ പ്രദ? നീയല്ലേ നമ്മുടെയൊക്കെ റാണി? പെട്ടെന്ന് അനന്യ ചോദിച്ചു. റാണിയോ? അത് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ പാർട്ടിയിലെ താരം ഇവളാണല്ലോ. അപ്പോ ഇവളല്ലേ ഇന്ന് നമ്മുടെയൊക്കെ റാണി? അതാ ഞാൻ ഉദ്ദേശിച്ചത്. മെഹക് മറുപടി പറഞ്ഞു. പെട്ടെന്ന് ഷീന പറഞ്ഞു, ഇനി ഏട്ടനും ഏട്ടത്തെയും ഒരു ഡാൻസ് കളിക്ക്. നിങ്ങളുടെ ഫസ്റ്റ് ഡാൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഋഷി പെട്ടെന്ന് അതിനെ പുഞ്ചിരിയോടെ നേരിട്ട് പറഞ്ഞു, ഞാൻ റെഡി. നിന്റെ ഏട്ടത്തിയോട് പറ സമ്മതിക്കാൻ. അത്രേ ഉള്ളോ? ഇപ്പൊ ഓക്കെ ആക്കാം. ഏട്ടത്തി വാ, കമോൺ കമോൺ. ഷീനയുടെ നിർബന്ധത്താൽ പ്രദയും ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഷീന ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലൈറ്റ്സ് ഓഫ്. ആ പാട്ട് പോരട്ടെ. പാട്ട് തുടങ്ങി. ലൈറ്റ്സ് ഓഫായി. പാട്ടിന്റെ ആദ്യ വരിയിൽ ഋഷി അവന്റെ കൈ പ്രദയുടെ നേരെ നീട്ടി. പ്രദ ഋഷിയുടെ നേരെ കൈ കൊടുത്തു. പ്രദയുടെ കയ്യിൽ ചേർത്ത് പിടിച്ച് അവളുടെ മെഴികളിൽ നോക്കി ഋഷി ചുവട് വെക്കാൻ തുടങ്ങി. പുതുമഴയായി ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി മിഴി നനയും നിലവുകളിൽ പടവുകളിൽ കയറി വരും പകലൊളിയായി
ഡാൻസ് കളിക്കുന്നതിനിടയിൽ പ്രദയുടെ കയ്യിൽ പിടിച്ച് അവളെ കറക്കുകയും അവൾ കറങ്ങി വരുമ്പോൾ അവളുടെ അഴിച്ചിട്ട മുടിയിലെ ഇഴകൾ ഋഷിയുടെ ദേഹത്ത് തട്ടിയുമൊരുമി. ഇടയ്ക്ക് വെച്ച് പ്രദ കാൽ തെറ്റി വീഴാനായി തുടങ്ങിയതും അത് കണ്ട ഋഷി പെട്ടെന്ന് അവളെ താങ്ങിപ്പിടിച്ചു. പ്രദയെ താങ്ങിപ്പിടിച്ചപ്പോൾ അവളുടെ മൃദുല ചർമ്മം ഋഷിയുടെ കൈകളിൽ നിറഞ്ഞിരുന്നു. പക്ഷേ പ്രദ സ്വയം മറന്നിരുന്നു. താങ്ങിപ്പിടിച്ചപ്പോൾ പ്രദയുടെയും ഋഷിയുടെയും ചുണ്ടുകൾ ഇപ്പോൾ വളരെ അടുത്താണ്. പ്രദ ഒരു നിമിഷം ഋഷിയിലേക്ക് ചേരാൻ മനസ്സാലെ കൊതിച്ചു. തന്നിലെ വികാരം അവൾക്ക് അടക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഋഷിക്കും അതേ ഫീലിംഗ് ആയിരുന്നു. പ്രദ സമ്മതം മൂളിയ പോലെ ഋഷിക്കും തോന്നി. ഇരുവരുടെയും ചുണ്ടുകൾ പരസ്പരം അടുത്തു വന്നു. പെട്ടെന്ന് പാട്ട് തീർന്നു. പൊടുന്നനെ ലൈറ്റ്സും ഓണായി. ലൈറ്റ്സ് ഓണായപ്പോൾ എല്ലാവരും കണ്ട ദൃശ്യം ഇരുവരുടെയും മുഖം പരസ്പരം ചേരാനായി കൊതിക്കുന്നതായിരുന്നു. പെട്ടെന്ന് ഋഷി പ്രദയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. പക്ഷേ പ്രദയുടെ മനസ്സ് ഇപ്പോഴും ഋഷിക്കായി കൊതിച്ചു. പരിസരം മറന്ന് തന്റെ പ്രതികാരം മറന്ന് പെട്ടെന്ന് ഋഷിയെ കെട്ടിപ്പിടിച്ച് പ്രദ അവന്റെ നെഞ്ചിൽ തലയാച്ചു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഗസ്റ്റുകളുടെയും വീട്ടുകാരുടെയും മുഖത്ത് പുഞ്ചിരിയായിരുന്നു. പെട്ടെന്ന് ഋഷി പതിയെ ശബ്ദം പുറത്തു വരാത്ത സ്വരത്താൽ പ്രദയോടായി പറഞ്ഞു, ഋഷിയുടെ വാക്കുകൾ പ്രദയുടെ ചെവിയിൽ തുളച്ചു കയറി. പെട്ടെന്ന് ഋഷിയെ കെട്ടിപ്പിടിച്ചിരുന്ന കൈ പിൻവലിച്ച് അവൾ ഋഷിയിൽ നിന്നും അടർന്നു മാറി. ഏയ്, എനിക്ക് എന്താ പറ്റിയത്? അവൾ മനസ്സിൽ ചിന്തിച്ചു. ഇതെല്ലാം മെഹക് ദൂരെ നിന്നും കാണുന്നുണ്ടായിരുന്നു. ഈ പ്രദ, ഇവൾ എന്താ ഈ കാണിക്കുന്നത്? പാർട്ടി കഴിഞ്ഞ ശേഷം പ്രദ മെഹക്കിന്റെ റൂമിലേക്ക് പോയി. മെഹക് ആകെ ദേഷ്യത്തിലായിരുന്നു. ചേച്ചി, ഞാനൊരു കാര്യം പറയാൻ മറന്നു. മെഹക് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. പറയാനല്ല മറന്നത്, നീ മറന്നത് നിന്നെ തന്നെയാണ് പ്രദ. നമ്മുടെ മത്സ്യലോകത്തെ നീ മറന്നു. നിന്റെ ഭർത്താവ് ഋഷി ഉൾപ്പെടെ ചേർന്ന് കൊലപ്പെടുത്തിയ നമ്മുടെ ചേച്ചിയുടെ ഗാഥയുടെ മുഖമാണ് നീ മറന്നത്. നീ ഇങ്ങനെ മാറിപ്പോകുമെന്ന് ഞാൻ കരുതിയില്ല പ്രദ. നിന്റെ ഉദ്ദേശം എന്താ പ്രദ? നീ പ്രതികാരമൊക്കെ മറന്നോ? വിവാഹം കഴിഞ്ഞപ്പോ നിനക്ക് ഋഷിയുമായി ജീവിക്കാൻ ആഗ്രഹമേറി അല്ലേ പ്രദ? ഒരു മനുഷ്യനുമായി ഒത്തുചേരാൻ നീ തയ്യാറായി അല്ലേ പ്രദ? സത്യം പറ പ്രദ, നീ ഇന്നലെ ഋഷിയുമായി നിന്റെ ശരീരം പങ്കിട്ടില്ലേ? ഇത്രയും നേരം മെഹക് പറഞ്ഞതെല്ലാം കേട്ടു നിന്നെങ്കിലും അവസാനം പറഞ്ഞത് പ്രദയ്ക്ക് സഹിക്കാനായില്ല. പ്രദ പ്രതികരിച്ചു. നിർത്ത്, ഒരുപാടായി സംസാരിക്കുന്നു. ആരോടാണ് സംസാരിക്കുന്നതെന്ന ബോധമുണ്ടോ? മത്സ്യറാണിയാണ് ഞാൻ, മത്സ്യറാണി. സ്വന്തം അനുജത്തിയാണ് മത്സ്യറാണി എന്ന് കരുതി എന്തും പറയാമെന്ന് കരുതിയോ? ഒരക്ഷരം ഇനി അനാവശ്യമായി മത്സ്യറാണിയെ കുറിച്ച് പറഞ്ഞാൽ ചേച്ചിയാണെന്ന് നോക്കില്ല ഞാൻ, ഓർത്തോ? ഇത്രയും പറഞ്ഞ് പ്രദ മെഹക്കിന്റെ മുന്നിൽ നിന്നും തന്റെ റൂമിലേക്ക് പോയി. പ്രദയുടെ വാക്കുകൾ മെഹക്കിനെ വല്ലാതെ നോവിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു. പ്രദ, അവളെ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എന്നാലും അവൾ എന്നെ ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കിത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. മെഹക്ക് കരഞ്ഞു. എനിക്കിനി പറ്റില്ല, ഞാൻ പോകുക. പ്രദ, അവൾ ആകെ മാറിപ്പോയി. താഴത്തെ നിലയിലേക്ക് പോയി തനിക്ക് അത്യാവശ്യമായി ഒരു ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞ് ആ രാത്രിയിൽ തന്നെ ഗുജറാൾ ഹൗസിൽ നിന്നും മെഹക് പോയിരുന്നു. മെഹക് നേരെ പോയത് മത്സ്യലോകത്താണ്. മെഹക് ഓടിപ്പോയി മത്സ്യറാണി അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, നമ്മുടെ പ്രദ അവൾ ആകെ മാറിപ്പോയി. അവൾക്ക് കരയിലെ മനുഷ്യനോട് പ്രണയമാണിപ്പോൾ. മത്സ്യറാണി അമ്മ അത് കേട്ട് ഞെട്ടിപ്പോയി. ഇതേ സമയം പ്രദ തന്റെ ബെഡ്റൂമിൽ എത്തിയിരുന്നു. കണ്ണാടിക്ക് മുൻപിൽ മെഹക് പറഞ്ഞ വാക്കുകൾ ഓർത്ത് രോഷാകുലയായി നിൽക്കുകയായിരുന്നു പ്രദ. ചേച്ചി എന്റെ എല്ലാമാ, പക്ഷെ എന്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കത് സഹിക്കാനാകില്ല. പെട്ടെന്ന് റൂമിലേക്ക് ഋഷി കടന്നു വന്നു. രോഷാകുലയായി നിന്ന പ്രദ ഋഷി വന്നതൊന്നും അറിയുന്നതേ ഉണ്ടായിരുന്നില്ല. റൂമിന്റെ വാതിൽ കുറ്റിയിട്ട് ഋഷി പ്രദയുടെ അരികിലേക്ക് വന്ന് അവളെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു. ദേഷ്യം കയറി നിന്ന പ്രദ ഋഷിയെ തള്ളിമാറ്റി. നിങ്ങൾ എന്താ കാണിക്കുന്നത് ഋഷഭ് സാർ? നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നതല്ലേ? എന്നിട്ടിപ്പോൾ എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചുവല്ലേ നിങ്ങൾ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ സ്വന്തമാക്കാനാണോ? എന്റെ സമ്മതമില്ലാതെ എന്തിന് നിങ്ങൾ എന്നെ വശപ്പെടുത്താൻ നോക്കി? പ്രദ കോപത്താൽ കത്തുന്ന നോട്ടം ഋഷിക്ക് നേരെ നോക്കി. ഋഷി ആകെ ഞെട്ടിപ്പോയി. പ്രദ, താൻ എന്താ ഈ പറയുന്നത്? താനല്ലേ ഞാനുമായി ചേരാൻ ആഗ്രഹിച്ചത്? ഒരു ഭർത്താവെന്ന നിലയിൽ ഞാൻ സമ്മതം അറിയിച്ച് തന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ താൻ എന്തൊക്കെയായി പറയുന്നത്? പാർട്ടിയിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ചതും എന്റെ ചുണ്ടിൽ ചുംബിക്കാൻ വന്നതും താനല്ലേ? എന്നിട്ടിപ്പോൾ എന്നോട് എന്തിനാ പ്രദ താനിങ്ങനെ പെരുമാറുന്നത്? എന്റെ വികാരത്തെ വെച്ച് താൻ കളിക്കുകയാണോ? ഋഷിയുടെ വാക്കുകൾ പ്രദയെ അമ്പരപ്പിച്ചു. പ്രദ ഒരു നിമിഷം പാർട്ടിയിൽ നടന്ന കാര്യം ഒന്ന് ഓർക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്റെ വായിൽ നിന്നും ഋഷിയോട് വീണ വാക്കുകളെ മറയ്ക്കാനായി പ്രദ ഋഷിയോടായി പറഞ്ഞു. അത് ശരിക്കും എനിക്കിപ്പോൾ തീരെ വയ്യ. അതാ ഞാൻ ഇങ്ങനെ പ്രതികരിച്ചത്. എന്നോട് ഋഷി സാർ ക്ഷമിക്കണം. ഋഷി ഒരു നിഷ്കളങ്കനായതിനാൽ ആ വിഷയത്തെ ഋഷി നിസ്സാരമായി കളഞ്ഞു. ആ പോട്ടെ. അല്ല, തനിക്ക് എന്തു പറ്റി? ആകെ ക്ഷീണം, ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ.
പ്രദ തോർത്തുമെടുത്ത് കുളിക്കാനായി ബാത്റൂമിൽ കയറി. കുളിക്കുന്നതിനിടെ പ്രദ ഋഷിയുടെ വാക്കുകൾ ചിന്തിച്ചു. ഒരുപക്ഷെ ഋഷി പറഞ്ഞത് സത്യമായിരിക്കുമോ? ചേച്ചിയും എന്നോട് ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? ഋഷി പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ ചേച്ചിയോട് പറഞ്ഞു പോയ വാക്കുകൾക്ക് ക്ഷമ ചോദിച്ചേ മതിയാകൂ. അല്ല, എനിക്ക് എന്താ പറ്റിയത്? ചേച്ചിയോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചറിയണം. എനിക്ക് എന്താ ഈ സംഭവിക്കുന്നത്? പ്രദ കുളിച്ചിറങ്ങി നേരെ പോയത് മെഹക്കിന്റെ റൂമിലേക്കാണ്. ചേച്ചി. പക്ഷേ മെഹക്ക് അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും തിരഞ്ഞലഞ്ഞ പ്രദ സീമയുടെ അരികിലേക്ക് പോയി. അമ്മേ, ചേച്ചിയെ കണ്ടായിരുന്നോ? ഏത് ചേച്ചിയാ പ്രഥമോളെ? ദീപിക ചേച്ചി. ഓ, ദീപികയോ? ദീപിക ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണെന്നും പറഞ്ഞ് കുറച്ചു മുൻപ് അത്യാവശ്യമായി പോയി. കണ്ണൊക്കെ ആകെ നിറഞ്ഞിരുന്നു. എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. അല്ല, എന്താ ഇപ്പോ ദീപികയെ തിരക്കാൻ മാത്രം? ഏയ്, ഒന്നുമില്ലമ്മേ. ശരി മോളെ, റൂമിലേക്ക് പോയി ഋഷിയെ കഴിക്കാൻ വിളിക്ക്. ശരി അമ്മേ. അയ്യോ, ചേച്ചി ഇതെവിടെ പോയതായിരിക്കും? പ്രദ ആകെ ടെൻഷൻ അടിച്ചു.